നല്ല അടിപൊളി തക്കാളി ദോശയും നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ദോശയാണ്, എരിവുള്ള തക്കാളി ദോശയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു 2 തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്. അത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കണം. അപ്പം ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം എത്ര എരിവ് വേണോ അതിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുക്കുക. അല്പം ജീരകം. അപ്പം ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ്. പിന്നെ അതിനാവശ്യമായ ദോശമാവ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത ദോശമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് ചേർക്കാൻ പോവുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി അരച്ച് ദോശമാവിലേക്ക് മിക്സ് ചെയ്യാം. ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ, ഇവിടെ വറ്റൽമുളകിന് പകരം കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ മതിയാവും. അപ്പം അത് വളരെ കളർഫുള്ളായിട്ട് തോന്നും. നമ്മൾ ഇത് ദോശമാവിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ചുവന്ന മുളകിൻ്റെ എരിവും ഇതെല്ലാം കൂടെ ദോശയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു മണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ദോശ ഒഴിച്ചെടുക്കാം. ഈ ദോശയ്ക്ക് നല്ല കോമ്പിനേഷനായിട്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 2 ഉള്ളി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇട്ട് അത്യാവശ്യം ഉപ്പും ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇത് നല്ല കട്ടിക്ക് തന്നെ നന്നായി അരച്ചെടുക്കാം. നല്ല കട്ടി ചമ്മന്തി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നല്ല ചമ്മന്തിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ദോശ ഉണ്ടാക്കാം. ഈ ദോശയിൽ നമ്മൾ വറ്റൽമുളകിന് പകരം ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളറ് കിട്ടിയേനെ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ ചുവന്ന മുളകിൻ്റെ എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല മണവും രുചിയുമാണ് ഈ ദോശയ്ക്ക്. എല്ലാവരും ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കണം. ഒന്ന് ക്രിസ്പി ആയി കിട്ടട്ടെ. നല്ല കളർഫുൾ ദോശയാണ്. നമ്മുടെ അടിപൊളി കളർഫുൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തക്കാളി ദോശയും നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക.